ആദി ബിസ്മില്ലാഹി ഹംദു മോദി ഞങ്ങൾ കോൽകളി പാട്ടും തുടങ്ങിടുന്നേ. ആരംഭത്താഹനബിന്റെ പേരിൽ സലവാത്തും സലാമും ചൊല്ലിടുന്നേ. മാതാപിതാക്കൾ ഗുരുക്കന്മാർക്കും ശേഷം സ്വാഗതം ഞങ്ങൾ അരുളിടുന്നേ. തെറ്റുകൾ വല്ലതും വന്നു പോകാതെയും അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകളിലിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. സലാത്തും സലാമും ചൊല്ലി ഇവിടെ നിലക്കട്ടെ യാ അല്ലാഹ്. ഖാതിമുൽ അംബിയ മുത്ത് റസൂലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സലാത്തും സലാമും ചൊല്ലി ഇവിടെ മൊഴിയുന്നു യാ അല്ലാഹ്. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകളിലിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. സലാത്തും സലാമും ചൊല്ലി ഇവിടെ നിലക്കട്ടെ യാ അല്ലാഹ്. സകല സദസ്യർക്കും സലാം ചൊല്ലി സദയം സമർപ്പിക്കാൻ സഭയൊരുങ്ങി. കളികൾ കളിക്കുമ്പോൾ കളിയാക്കല്ലേ, കളിയിൽ പിഴ വന്നിടണേ. കരുണാകടാക്ഷങ്ങൾ ചൊരിയുറപ്പേ, കരുത്തും തുണയുറപ്പേ. സകല സദസ്യർക്കും സലാം ചൊല്ലി സദയം സമർപ്പിക്കാൻ സഭയൊരുങ്ങി. അടിവെച്ചടിവെച്ചിതവരുന്നേ, അനുമക്കനി മക്കൾ ഇതവരുന്നേ. നേരുന്നോ വന്യ സദസ്സിന് സ്വാഗതമരുളി വരുന്നിത ഞങ്ങൾ. വരികയായി വരികയായി മാപ്പിള കാവ്യവുമായി. നേരുന്നോ വന്യ സദസ്സിന് സ്വാഗതമരുളി വരുന്നിത ഞങ്ങൾ. വരികയായി വരികയായി മാപ്പിള കാവ്യവുമായി. തലമുറയായി ജനത വികാരം പകർന്ന മുത്ത് മാപ്പിള കാവ്യം. അഭിമാനത്തോടിത ഞങ്ങൾ പാടിയുണർത്തുകയായി. നേരുന്നു വന്യ സദസ്സിന് സ്വാഗതമരുളി വരുന്നിത ഞങ്ങൾ. വരികയായി വരികയായി മാപ്പിള കാവ്യവുമായി. വിവിധ തരം വികാര അലകൾ വിതുമ്പി നിൽക്കും അതിന്റെ രാഗം. വിസ്മൃതി തൻ ജവനികി പാടുകയായി ഞങ്ങൾ. നേരുന്നു വന്യ സദസ്സിന് സ്വാഗതമരുളി വരുന്നിത ഞങ്ങൾ. വരികയായി വരികയായി മാപ്പിള കാവ്യവുമായി. അലങ്കാര പുതിയ പെണ്ണൊരുങ്ങി വന്നേ, മരതക മലർഹാര അണിഞ്ഞു നിന്നേ. പറയാനുണ്ടവൾക്കേറെ പരിഭവങ്ങൾ, പറയാതെ പരമില്ല പരമാർത്ഥങ്ങൾ. അലങ്കാര പുതിയ പെണ്ണൊരുങ്ങി വന്നേ, മരതക മലർഹാരം അണിഞ്ഞു നിന്നേ. ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട ഖുറൈശി പ്രമാണികളൊത്ത്. ഉഹുദിൽ പകരം പകവീട്ടിടുവാനവർകൾ അണിയായി. ഒരു ദിനം ബദറും ഹുദയാസിനബിയും സ്വഹാബികളും നിരയായി. ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട് ഖുറൈശി പ്രമാണികളൊത്ത്. ഉഹുദിൽ പകരം പകവീട്ടിടുവാനവർകൾ അണിയായി. ഒരു ദിനം ബദറുൽ ഹുദയാസിനബിയും സ്വഹാബികളും നിരയായി. പുലിഹംസത്തോറും മറ്റും സഹാബികളോടുകൂടി പടയങ്കിയാനുള്ള ഖുറൈശികളിറങ്ങി. പലതരത്തിലും വന്റെ കാഹളങ്ങൾ മുഴങ്ങി. പരിശുദ്ധ തക്ബീറിൻ ധ്വനിയങ്ങ് മുഴങ്ങി. പകയേറെ മനം നടുങ്ങി. അത് കേട്ട് ഉഹുദെന്ന മല കിടുങ്ങി. ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട ഖുറൈശി പ്രമാണികളൊത്ത്. ഉഹുദിൽ പകരം പകവീട്ടിടുവാനവർകൾ അണിയായി.
ഒരു ദിനം ബദറുൽ ഹുദയാസിൻ നബിയും സ്വഹാബികളും നിരയായി കലികൊണ്ട് ശുചായിമാരുടെ കണ്ണ് ജ്വലിച്ചു കരവളും ഉയർത്തിക്കൊണ്ടവർ പോര് വിളിച്ചു പുലിഹം സത്തവരോട് അടരടനുറച്ചു പളുലാറ്റൽ നബിയുടെ അനുവാദം തുണച്ചു തക്ബീറിൻ ധ്വനി മുഴങ്ങി അത് കേട്ട് ഉഹുദെന്ന മലകിടുങ്ങി ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാനവകൾ അണിയായി ഒരു ദിനം ബദറുൽ ഹുദയാസിൻ നബിയും സ്വഹാബികളും നിരയായി പലരും അയലരടി പുലിഹംസ ജയിച്ചു പതിയിരുന്നവർ വിട്ട ശരം മാറി തറച്ചു പലരും അയലരടി പുലിഹംസ ജയിച്ചു പതിയിരുന്നവർ വിട്ട ശരം മാറി തറച്ചു പടക്കളത്തിന് വീണ് പിടഞ്ഞു താൻ മരിച്ചു പ്രതികാരത്തോടെ ഹിന്ദിക്കാരൻ കടിച്ചു തക്ബീറിൻ ധ്വനി മുഴങ്ങി അത് കേട്ട് ഉഹുദെന്ന മലകിടുങ്ങി ബദറിൽ പടവെട്ടി പരാജയം ഉണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാനവകൾ അണിയായി ഒരു ദിനം ബദറുൽ ഹുദയാസിൻ നബിയും സ്വഹാബികളും നിരയായി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായ വിരിക്ക് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അതെ അതെ, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാത്മാഗാന്ധി പോലുള്ള എത്ര അംബേദ്കർ, മഹാത്മാഗാന്ധി ഇപ്പോൾ ഒരുപാട് ആളുകൾ അവർക്കൊന്നും ഇവിടെ ഒരു വിലയില്ലാത്ത രീതിയിൽ അവരൊന്നും അല്ല രാജ്യത്തിന് സ്വാതന്ത്ര്യം അതേ പറഞ്ഞു, അവർക്കൊന്നും ഒരു വിലയില്ല, അവരൊന്നും അല്ല ഞങ്ങളുടെ രാജ്യത്തിന് ആവശ്യം എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മുടെ നാട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനി എന്ന് അവസാനിക്കുന്നുള്ള ഞാൻ ഇതൊക്കെ മാറും, ഇതൊക്കെ മാറി മറിയും, മാറണം. ഇതൊക്കെ മാറി മറി ഇത് ഭേദഗ്രന്ഥങ്ങൾ ഇതിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്കിത് വായിക്കാഞ്ഞിട്ടാണ്. ഇതാരും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബൈബിള് ക്രിസ്ത്യാനികൾ മൊത്തം ബൈബിള് വായിക്കുന്നില്ല. പള്ളിയിലെ അച്ഛന്മാരും അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അതുപോലെ രാമായണം എല്ലാ ഹിന്ദുക്കളും വായിക്കുന്നില്ല, ഖുർആൻ എല്ലാ മുസ്ലിങ്ങളും വായിക്കുന്നില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇതിനകത്തൊക്കെ വ്യക്തമായിട്ട് ഓരോ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യരുടെ നന്മ പഠിപ്പിക്കണം, അല്ലാതെ ഇവിടെ അവരത് പഠിപ്പിക്കണം ഇത് അങ്ങനെയല്ല. ഗ്രന്ഥങ്ങള് ദൈവികമായിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് നന്മയെ പഠിപ്പിക്കുള്ളൂ. അതാണ് അതിന്റെ ശരി. ഇവിടെ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിൽ, രാഷ്ട്രീയക്കാർ ഒരു പരിധിവരെയും പ്രശ്നങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മാതൃക രാജ്യം ഇന്ത്യയാണ്. മതേതരത്വം കൊണ്ടാണ്, മതേതരത്വം ജനാധിപത്യം കൊണ്ട് ഇന്ത്യ ഏറ്റവും വലിയ ഉന്നതിയിൽ വെച്ച രാജ്യത്ത് ഇപ്പോ ഇന്ന് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് രാജ്യം മാറി. ഇനി എന്ന് ഇതൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതൊക്കെ മാറും, ഇതൊക്കെ ജനങ്ങൾ മാറി ചിന്തിച്ച് ഇതിനൊക്കെ മാറ്റങ്ങൾ അവർക്ക് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ലേറ്റ് എന്നാണ് പറഞ്ഞേക്കണം. ദൈവം സത്യം കാണും, പക്ഷെ വൈകിപ്പോയി എന്ന് പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് ചിലപ്പോ ഉപകാരപ്പെടും. തീർച്ചയായും. കാരണം നമ്മുടെ ഈ പടവരുതിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് പേര് സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ട് നേടിയെടുത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതാണ് തീർച്ചയായും. എല്ലാ ദുഷ്ടാചാരങ്ങളും മാറി നമ്മുടെ രാഷ്ട്രം പഴയ പോലെ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തായി വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അല്ലെ? വളരെ നന്ദി.